my dear friends, welcome back to Devika's Dream World. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ കോഴിക്കോട് എൻ്റെ പേരമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഹൈലൈറ്റ് മാളിൽ ഞങ്ങൾ പോയ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കസിൻ ചേട്ടൻ്റെ മോനുമാണ് കേട്ടോ. ആ കുഞ്ഞുവാവ. അപ്പം ഞങ്ങളിവിടെ ഹൈലൈറ്റ് മാളിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അവിടെ സ്നോ ഫാൻറ്റസി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ നിന്ന് കാണാൻ. ഒരു ഐസൊക്കെ നിറഞ്ഞൊരു സ്ഥലം പോലെയാണ് കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ തോന്നുക. അപ്പം ഞങ്ങൾ ഹൈലൈറ്റ് മാളിൻ്റെ മുകളിൽ നിൽക്കുകയാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ ധാരാളം കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനുണ്ട്. ഒത്തിരി കടകളും അതേപോലെ കളിക്കാനുള്ള ഓരോരോ പാർക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല രസമുള്ള പാർക്കുകളും അതും ഇതുമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം എന്തായാലും അടിച്ചു പൊളിച്ചു ഞങ്ങൾ. ഇനിയിപ്പം നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഗെയിമൊക്കെ കളിക്കുന്നൊരു റൂമുണ്ട്, അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ വെറുതെ ഇതെല്ലാം കണ്ടിങ്ങനെ നിങ്ങളെയൊക്കെ കാണിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവിടെ തോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തയിലോട്ട് പോയി ഞെക്കി നോക്കി, ഒന്നും സംഭവിച്ചില്ല. പിന്നെ അതെ വേറൊരു തോക്ക് അവിടെ ഉണ്ട്, അതെല്ലാം പിടിച്ച് നോക്കി എന്നിട്ടൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇവിടെ പാവക്കുട്ടികളുടെ ഒക്കെ ഓരോ ഇതൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, കുഞ്ഞു പാവക്കുട്ടികളൊക്കെ, നല്ല രസമുള്ള പാവക്കുട്ടികളൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിലൊക്കെ പിടിച്ച് ഓരോന്നൊക്കെ ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും നടന്നില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മളിനി ബാക്കിയുള്ള ഓരോരോ കളികളൊക്കെ കാണാൻ പോവുകയാണ്. അപ്പം അവിടെ ഒരു കാറിൻ്റെ സീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാന്നും അറിയില്ല കേട്ടോ. ഇവിടെ വേറൊരു സീറ്റുണ്ട്, അതിങ്ങനെ ഇരുത്തി കറക്കുകയൊക്കെ ചെയ്യും. ഞാൻ കണ്ടായിരുന്നു കേട്ടോ, വന്ന് കയറിയപ്പോഴേ കണ്ട അതാണ്. പിന്നെ കുതിരക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കയറി ഇരിക്കായിരുന്നു, പക്ഷെ ഞാൻ കയറി അത് ഒടിയാതിരുന്നാൽ മതി. ഓക്കെ, അപ്പം നല്ല രസമുള്ള കുതിരക്കുട്ടികളൊക്കെ അവിടെയുണ്ട്. അതിന് ശേഷം നമ്മളിപ്പോൾ ബാക്കിയുള്ള ഇതൊക്കെ കാണാൻ പോവാണ് കേട്ടോ. പിന്നെ അവിടെ വേറെ പാവക്കുട്ടിയുടെ എന്തോ ഒരു കളിക്കുന്ന ഇതുണ്ട്. അതെല്ലാം കഴിഞ്ഞതാ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. കണ്ടോ, ഫുൾ ലൈറ്റും അതും ഇതുമൊക്കെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ അവിടെ നിൽക്കാൻ. അത് ചുറ്റി ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഒരു സ്ഥലം തന്നെയാണ്, പക്ഷെ നേരത്തെ കാണിച്ചല്ല ഇത്. അപ്പം ഞങ്ങൾ ഈ ഹൈലൈറ്റ് മാളിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. ഇവിടെ ധാരാളം ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നതാണ്. എന്തോരം ലൈറ്റാണ് നോക്ക്, നല്ല രസമുണ്ട്. അപ്പോൾ അവിടെ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണശാലയൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ കയറിയ മറ്റേ കളിക്കുന്ന അത് കേട്ടോ. അതിൻ്റെ പേരെനിക്കറിയില്ല. എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടോളൂ. അവിടെ ഭക്ഷണം കഴിക്കാനുള്ള അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്നാലും ഒന്നും കൂടെ പറഞ്ഞേക്കാം. ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ട്. ബാക്കി ധാരാളം രസകരമായ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെന്താണ്, നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ ധാരാളം ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ചു കേട്ടോ. കൂടുതലും ചോക്ലേറ്റിൻ്റെ റെസിപ്പീസ് ആയിരുന്നു കഴിച്ചത്. പിന്നെന്താണ്, ഇത് കോഴിക്കോടാണ് കേട്ടോ ഈ സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ അനിയൻകുട്ടൻ്റെ, എൻ്റെ ചേട്ടൻ്റെയും എൻ്റെ ബന്ധുക്കളുടെ ഒക്കെ കൂടെയാണ് ഇവിടേക്ക് വന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി സമയം ഞങ്ങളിവിടെ ചിലവഴിച്ചു. പിന്നെ ഞങ്ങൾ വേറെ ഒരു കളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ പോയി വന്നപ്പോൾ ഓരോ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ബോളെറിഞ്ഞ് മറ്റേ വീഴ്ത്തുന്ന കളിയില്ലേ, അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആര് ജയിക്കും ആര് തോൽക്കും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കാൻ.
അത് കണ്ട ശേഷം ഞാൻ വീണ്ടും കളിക്കാനുള്ള ഉപകരണങ്ങളുടെ അടുത്തേക്കൊക്കെ പോയി. ഇതെങ്ങനെ കളിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. വെറുതെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നു. അതിനുശേഷം അടുത്ത കളിക്കുന്നതിലോട്ട് പോയി. അവിടെ എന്ന് പറഞ്ഞാൽ ഇതിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കുമ്പോഴത്തേനും വെള്ളം ചീറ്റും. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ. എനിക്കിഷ്ടപ്പെട്ടു. ധാരാളം കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എനിക്കിഷ്ടപ്പെട്ടു ഈ സ്ഥലം, അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എൻ്റെ അനിയൻകുട്ടൻ എൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞനിയൻകുട്ടനെ നോക്ക്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒത്തിരി ബൈക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ധാരാളം കളിക്കാനുള്ള നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ വെള്ളം ചീറ്റുന്നതെന്ന് പറഞ്ഞില്ലേ, അവിടെ ഞങ്ങൾ വീണ്ടും ഒന്നും കൂടി പോയി. എന്നിട്ട് അവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. എൻ്റെ ചേട്ടനൊക്കെ കൂടെ ഉണ്ട്. അടുത്ത ഞാൻ ബൈക്കിൽ കയറി കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ചേട്ടനോട് ഇതെന്താ സംഭവം എന്നാണ് ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ടാറ്റാ.